ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഉമ്മയും അനിയനും പാടെ ഒറ്റപ്പാലമുള്ള ഹോസ്പിറ്റലിലേക്ക് പോവാണ്. വെള്ളവനാട് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. എൻ്റെ ഉപ്പാക്ക് വെരിക്കോസ് വെയിൻ ഉള്ളതുകൊണ്ട് ഒരു കാലുമ്മത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാലുമ്മക്ക് ഇപ്പം അതേപോലെ മുറിയൊക്കെ ആയിട്ട് ആകെ ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ 4 ആളും പാടെയാണ് ഹോസ്പിറ്റലിലേക്ക് പോണത്. റിച്ചുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണില്ല കേട്ടോ, അവനെ വീട്ടിൽ തന്നെ ഇരുത്താണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും മാറ്റിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. കുറച്ച് കാലം മുമ്പാണ് ഉപ്പാൻ്റെ ആദ്യത്തെ കാലുമ്മ ഇങ്ങനെ മുറിയായിട്ട് ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കാലിലും അതുപോലെ തന്നെ മുറിയായിട്ട് ഉണങ്ങാത്തൊരു സ്റ്റേജിൽ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് അറിയാം, അങ്ങനെയാണത്. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിന്ന് ഹോസ്പിറ്റലിലേക്ക് പോണത്. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് വെയിറ്റ് ചെയ്ത് ഓട്ടോറിക്ഷ നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറി. ഒറ്റപ്പാലം റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ ഭയങ്കര പരിതാപകരമാണ്. ഫോണ് പോലും നമുക്ക് നേരെ പിടിക്കാൻ പറ്റില്ല. അങ്ങനെ വണ്ടി നല്ല കുലുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് പണി കഴിയാത്തതിൻ്റെ ആണ്, നല്ല ഇഷ്യൂ ആണ്. അതിൽക്കൂടെ പോണവരൊക്കെ അവസ്ഥ, അവിടുത്തെ വീടുകളൊക്കെ അവസ്ഥ ഭയങ്കര മോശമാണ്. പൊടിയും ആകെ ഒരു നിലയിലായിട്ടുണ്ട് ഇപ്പോൾ ഒറ്റപ്പാലം റോഡ് എന്ന് പറയുന്നത്. വെള്ളവനാട് ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അവിടേക്ക് ഡോക്ടറെ കാണിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു വല്യമ്മക്ക് അവരുടെ പേരക്കുട്ടി വിചാരിച്ചിട്ട് എന്നോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പോവും വരെ അമ്മു എന്നാണ് വിളിച്ചിരുന്നത്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ഷമയിട്ട് പോരുക, അല്ലെങ്കിൽ കാത്തുനിന്നിട്ട് പണ്ടറടങ്ങി പോവാം. നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോവാം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ മുകളിൽ ഹോസ്പിറ്റലിലെത്തി. ഉപ്പാൻ അവിടെ കടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്ത് വെയിറ്റ് ആക്കിയിരുന്നു. ശേഷം ഡോക്ടർ വന്നു. റൈഷു കുറേ ദിവസമായി എനിക്ക് കട്ട വേണം, കളിക്കുന്ന കട്ട വേണം പറഞ്ഞിട്ട് കരയുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു കടയിൽ ചെന്നിട്ട് എല്ലാം കിട്ടുന്ന ഒരു കട ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടുന്ന് ഒരു കട്ട മേടിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു. അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കട്ട മാത്രം മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ വന്ന പോലെ തന്നെ തിരിച്ചും കുലുങ്ങി ബസ്സിലാകെ ഇതായിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.